രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകും. പരാതിക്കാരിക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസിൽ പോകാതെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അവിടെ അനുഭവ സമ്പത്തുള്ളവർ ഉള്ളതുകൊണ്ടാണോ എന്നും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പരിഹസിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ് പരാതി, ആരുടെയാണ് പരാതി, ആളുടെ പേര് പറയണ്ട, പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്ത അനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ, നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടത്തിൻ്റെ വാക്കുകളാണ് കേട്ട്. രാഹുൽ ജിനാഥ് തുടരുന്നുണ്ട്. രാഹുൽ, ഇതേ രീതിയിലാണ്, കുറച്ച് വാക്കുകൾ വ്യത്യാസമുണ്ടെങ്കിൽ പോലും UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞത് അത് രാഷ്ട്രീയമായി ഇപ്പോഴത്തെ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ഒരു കേസ് എന്നതാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായി അങ്ങനെ ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, അതിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്, അങ്ങനെ കരുതുന്നവരുണ്ടാകും. പക്ഷേ മറുഭാഗത്ത് ഈ വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ, അതിൽ ഗുരുതരമായി ആരോപിക്കുന്ന കാര്യങ്ങൾ, അതിനൊക്കെ ഇനി തെളിവ് സഹിതം കോടതിയിലേക്ക് എത്തണമെന്നത് ഒരു കാര്യമാണെങ്കിലും പോലീസിന് അന്വേഷണം എന്തായാലും ഇതിൽ നടക്കാതെയും കഴിയില്ല. അത് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ട അന്വേഷണത്തിൻ്റെ ചുമതലയാണ് നിലവിൽ എന്തായാലും റൂറൽ SP ഉള്ളത്. അതിൻ്റെ ഭാഗമായുള്ള മൊഴിയെടുപ്പാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഓഡിയോ ഒക്കെ പ്രചരിക്കുമ്പോഴും മാധ്യമങ്ങൾ ആവർത്തിച്ച് ഇത്തരത്തിൽ ഈ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ ഈ പ്രചരിക്കുന്ന ഓഡിയോയുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിഷേധിക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടായിരുന്നു എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു നിഷേധ മനോഭാവം, അല്ലെങ്കിൽ ഇത് എൻ്റെ ഓഡിയോ ക്ലിപ്പ് അല്ല, അല്ലെങ്കിൽ ഈ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ശാസ്ത്രീയമായ പരിശോധനയാണ് ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട് വേണ്ടത്. അത് കോടതിയിലെത്തണം എന്നുള്ളതും ശരിയായ കാര്യമാണ്. അപ്പോഴൊക്കെയും ഈ പറയുന്നത് പോലെ പാർട്ടിയിൽ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ UDF കൺവീനർ ഉൾപ്പെടെയുള്ള UDF കൺവീനർ എങ്ങനെ പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. കാരണം രാഷ്ട്രീയമായൊരു സംശയം ഉന്നയിക്കാനുള്ള അവകാശമൊക്കെ അവർക്കുള്ളപ്പോഴും ഇത്തരത്തിലൊരു പരാതിയുമായി ഒരു അതിജീവിതം മുന്നോട്ട് വരുമ്പോൾ അത് ഈ സമയത്താണോ നൽകേണ്ടത്, ഏറ്റവും ഒടുവിലത്തെ സമയത്ത് നൽകുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ അത് അസ്ഥാനത്തായി പോകുന്നു എന്ന് പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇതിനെ പ്രതിരോധിക്കാൻ UDF കൺവീനർ ഉണ്ട് എന്നുള്ളതുണ്ട്. എന്നാൽ എല്ലാ കോൺഗ്രസ് നേതാക്കളും അങ്ങനെയാണ് പറയുന്നതെന്ന് പറയാൻ കഴിയില്ല. നടപടിയെടുത്ത ആളാണ്, നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ എന്തായാലും നിയമം അതിൻ്റെ വഴിക്ക് അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മൊഴിയെടുക്കുന്നു. ആ മൊഴിയെടുപ്പ് ഏതായാലും ഇപ്പോഴും പുരോഗമിക്കുകയാണ്, മണിക്കൂറുകൾക്ക് ഇപ്പുറവും പുരോഗമിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസിന്റെ അടുത്ത നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇത് കാണുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് നേരിട്ടെത്ത പരാതിയാണ്. അത് അതേ നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു. ഉടനെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അതേസമയം രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് സ്വാഭാവികമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്.